എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബിൽഡ് ഓട്ടോമേഷൻ ടൂളായ അപ്പാച്ചെ മേവൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്ലിപ്സ് IDE വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കണ്ടു. നമ്മൾ സെലിയൻ ജാവയ്ക്ക് വേണ്ടി നോർമൽ ജാവ പ്രൊജക്റ്റ് ആയിരിക്കില്ല ക്രിയേറ്റ് ചെയ്യുന്നത്, പകരം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് മേവൻ പ്രൊജക്റ്റ് ആയിരിക്കും. മേവൻ പ്രൊജക്റ്റ് പ്രിഫർ ചെയ്യുന്ന മെയിൻ കാര്യം നമുക്ക് ഡിപ്പെൻഡൻസികൾ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഡിപ്പെൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെലീനിയം ജാർ ഫയൽസ് ആണ്. അതുപോലെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല ലൈബ്രറീസ് യൂസ് ചെയ്യും. ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കായിട്ട് ചിലപ്പോൾ ടെസ്റ്റ് എഞ്ചിൻ യൂസ് ചെയ്യും, ചിലപ്പോൾ JUnit യൂസ് ചെയ്യും, റിപ്പോർട്ടിങ്ങിന് വേണ്ടി എക്സൻ റിപ്പോർട്ട് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ അല്ലിവ റിപ്പോർട്ട് യൂസ് ചെയ്യും. അങ്ങനെ പല ഡിപ്പെൻഡൻസികൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസികളെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മേവൻ പ്രൊജക്റ്റ് പ്രിഫർ ചെയ്യുന്നത്. മേവൻ പ്രൊജക്റ്റ് പ്രിഫർ ചെയ്യാതെ ജാവ പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലുള്ള മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നിലവിൽ സെലീനിയത്തിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ നമ്മളൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്തു. ജസ്റ്റ് അസ്യൂം ചെയ്യുക 2 മാസം കഴിഞ്ഞ് ഒരു പുതിയ സെലീനിയം വേർഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ വേർഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ജാവ പ്രൊജക്റ്റിൻ്റെ കേസിൽ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ ബിൽഡ് പാത്തിൽ പോയി ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന സെലീനിയത്തിൻ്റെ ജാവ ഫയൽസ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ്റെ ജാർ ഫയൽസ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ജാർ ഫയൽ പിന്നെ ബിൽഡ് പാത്തിലേക്ക് ആഡ് ചെയ്യണം. അതൊരു ഹെക്റ്റിക് പ്രോസസ്സാണ്. അപ്പാച്ചെ മേവൻ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാം. അപ്പാച്ചെ മേവന് pom.xml എന്ന് പറയുന്ന ഫയൽ കാണും. പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ XML ഫയലിനകത്ത് നമുക്ക് ഡിപ്പെൻഡൻസി എന്ന ടാഗിനുള്ളിൽ മൾട്ടിപ്പിൾ ഡിപ്പെൻഡൻസി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പുതിയ വേർഷൻ സെലീനിയം യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജസ്റ്റ് ആ വേർഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. അതിനുശേഷം ആ ഫയൽ സേവ് ചെയ്യുമ്പോൾ തന്നെ മേവൻ റെപ്പോസിറ്ററിയിൽ തന്നെ ഡൗൺലോഡ് ആയിക്കോളും. വളരെ സ്മൂത്തായിട്ട് നമുക്ക് പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് മേവൻ യൂസ് ചെയ്ത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്യാനും പറ്റും. പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് രണ്ട് അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി അഡ്വാൻറ്റേജ് നമുക്ക് ഈ പുതിയ വീഡിയോസ് ഈ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ അപ്പാച്ചെ മേവൻ നിങ്ങളുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ജാവ വേർഷൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ജാവ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പാച്ചെ മേവൻ കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എങ്ങനെ അപ്പാച്ചെ മേവൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന നോക്കാം. ജസ്റ്റ് ഗൂഗിൾ ബ്രൗസറിൽ ഡൗൺലോഡ് മേവൻ സെർച്ച് ചെയ്ത ശേഷം ഈ ഫസ്റ്റ് ലിങ്ക് കാണുന്ന ഡൗൺലോഡ് അപ്പാച്ചെ മേവൻ എന്നുള്ളതായിരിക്കും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ഓപ്പൺ ആയ ശേഷം ഓൾറെഡി ഇവിടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്നൊരു സെക്ഷൻ തന്നെയുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മേവൻ 3.9 റിക്വയർസ് JDK 8 ഓർ എബൌട്ട് ടു എക്സിക്യൂട്ട്. അതായത് ജാവ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. എക്ലിപ്സിൻ്റെ കേസിലും അതെ. നമുക്ക് എക്ലിപ്സിൻ്റെ കേസിൽ ജാവ ഇല്ലെങ്കിലും എക്ലിപ്സ് വർക്ക് ആകും. പക്ഷെ ചില മേവൻ്റെ ഒക്കെ കമ്പോണൻസ് പ്ലഗിൻസും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ജാവ ഇല്ലാതെ എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പിന്നെ ഒരു ഡ്രോബാക്ക് ആയി, അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പം എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും ജാവ ഇൻസ്റ്റാൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ്. പക്ഷേ മേവൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ജാവ മസ്റ്റായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണണം. ഇനി നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. ഈ ലിങ്ക് ഓപ്പൺ ആയ ശേഷം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്നുള്ള സെക്ഷന് താഴെ ഫയൽസിൻ്റെ സെക്ഷനുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് ബൈനറി സിപ്പ് ആർക്കൈവ് എന്നുള്ള അതിനകത്തെ ആ ഒരു പർട്ടിക്കുലർ ലിങ്കാണ്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിപ്പ് ഫയൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവും. ഒരു 8.7 MB ഫയലാണത്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ അൺസിപ്പ് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ സിസ്റ്റത്തിലുള്ളത് WinRAR ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ഞാൻ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലേക്ക്
എക്സ്ട്രാക്ട് ചെയ്യുവാണ്. ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറായിട്ട് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തു. അതിനുശേഷം ഈ ഫയൽ ഞാൻ പ്രോഗ്രാം ഫയൽസ് ഈ ഫോൾഡർ കൊണ്ട് പ്രോഗ്രാം ഫയൽസ് കോപ്പി പേസ്റ്റ് ചെയ്യും. ഓൾറെഡി ജാവ അവിടെ ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കൊടുത്തുന്നുള്ളൂ. ഇത് ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡർ എവിടെ വേണേൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേവൻ കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. ഇതിനു വേണ്ടി ഇനി പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡർ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, പ്രോഗ്രാം ഫയൽസിൽ മേവൻ ഫോൾഡർ കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മേവൻ്റെ ബിൽഡ് ഓട്ടോമേഷൻ ടൂളിൻ്റെ പാത്ത് സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് മേവൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് മേവൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം, ഇത് ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഉണ്ടോ എന്നറിയാൻ വേണ്ടി mvn സ്പേസ് -v എന്നുള്ള കമാൻഡ് കൊടുക്കുക. mvn ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മേവൻ ഇല്ലെന്നാണ്. മേവൻ ഉണ്ടെങ്കിൽ അപ്പാച്ച മേവൻ വേർഷനും അതിൻ്റെ കൂടെ ജാവയുടെ വേർഷനും എല്ലാം ലിസ്റ്റ് ചെയ്യും. മേവൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ പാത്ത്, ഈ പർട്ടിക്കുലർ ഫോൾഡറിൻ്റെ പാത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പാത്ത് അപ്പാച്ച മേവൻ 3.9.0 വരെയുള്ള ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡർ പാത്ത് നമ്മൾ കോപ്പി ചെയ്യണം. അതിനുശേഷം സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിൾസിൽ പോവുക. അവിടെ ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിൾസിനകത്ത് എൻവയൺമെൻറ്റ് വേരിയബിൾസ് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സിസ്റ്റം വേരിയബിൾസ് ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളൊരു പുതിയ വേരിയബിൾ ആഡ് ചെയ്യണം. വേരിയബിൾ നെയിം maven_home. വേരിയബിൾ നെയിം ആഡ് ചെയ്ത ശേഷം വേരിയബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എന്താണോ കോപ്പി ചെയ്തത് ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതുപോലെ ഇനി നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ബിന്ന് വരെയുള്ള പച്ച മേവൻ്റെ പാത്താണ്. അതായത് ഈ ബിന്നും കൂടെ ഉള്ള ഈ ഒരു പാത്താണ് കോപ്പി ചെയ്യേണ്ടത്. ഇത് കോപ്പി ചെയ്ത ശേഷം സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിൾസിനകത്ത് ഒരു വേരിയബിൾ ഉണ്ട് പാത്ത് എന്ന് പറയുന്നത്. ഈ പാത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുമ്പേ കോപ്പി ചെയ്ത ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. ഇനി ഈ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്ത് ഒരു ഫ്രഷ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം mvn സ്പേസ് -v എന്നുള്ള കമാൻഡ് കൊടുക്കുക. മേവൻ വേർഷൻ ലിസ്റ്റ് ചെയ്തു. മേവൻ ഹോമിൻ്റെ ഭാഗത്ത്, ജാവ വേർഷൻ്റെ ഭാഗത്ത്, പിന്നെ ലാംഗ്വേജ്, അങ്ങനെയുള്ള വിൻഡോസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അപ്പാച്ചെ മേവൻ എന്ന ബിൽഡ് ഓട്ടോമേഷൻ ടൂള് ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു മെഷീൻ ടെസ്റ്റൊക്കെ കിട്ടുമ്പോൾ ഒരിക്കലും അവർ ജാവയോ മേവനോ ഒന്നും സെറ്റ് ചെയ്ത് തരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വയം ജാവയും മേവനും ഒക്കെ കോൺഫിഗർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണ് മേവനും ജാവയും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ചാനൽ ഓൾറെഡി വളരെ നല്ല കുറേ പ്ലേലിസ്റ്റുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ API ടെസ്റ്റിംഗ് ആണെങ്കിലും മാനുവൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ കേസസിലാണെങ്കിലും ഞാൻ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക.
അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തീരും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.